അഡ്വക്കേറ്റ് എ ജയശങ്കർ ടെലിഫോൺ ലൈനുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, വെള്ളാപ്പള്ളി നടേശന്റെ കടുത്ത പ്രയോഗങ്ങൾ തുടരുകയാണ്. അത് വലിയ തോതിൽ സാമൂഹ്യമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ ഇടതുമുന്നണി പിന്തുണയ്ക്കുകയാണ് എന്ന തോന്നൽ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കൂടുതലായും അകലുകയാണ്. അതേസമയം തന്നെ വെള്ളാപ്പള്ളിയെ കൈവിടാൻ ഇതുവരെയും CPM തയ്യാറാവുന്നില്ല, CPI തയ്യാറാവുന്നുണ്ട്, പക്ഷേ CPM തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? അല്ല, ഇത് നമ്മൾ കാണുന്ന പോലെ അത്ര ലളിതമായിട്ടുള്ള ഒരു കാര്യമല്ല. വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രമുഖ സമുദായ സംഘടനയുടെ പ്രധാന സ്ഥാനത്തിരിക്കുന്ന ആളാണ്. 30 കൊല്ലമായിട്ട് ആ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ആ സംഘടനയിൽ കുമാരനാശാനോ ആർ ശങ്കരനോ അതല്ലെങ്കിൽ MK രാഘവൻ വക്കീലിനോ ഒന്നും ഇത്ര കാലം ആ സ്ഥാനത്തിരിക്കാൻ പറ്റിയിട്ടില്ല. അത്രയും പ്രബലനായ ഒരു നേതാവാണ്. അദ്ദേഹത്തെ ഒരു പാർട്ടിയും ആ രീതിയിൽ എതിർക്കുകയില്ല. കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തെറ്റാന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാം. ഈ പറയണ തന്നെ വളരെ പതുക്കെ ചുണ്ടനക്കുന്ന രീതിയിലേ പറയൂ. വെള്ളാപ്പള്ളി നടേശന്റെ പല അഭിപ്രായ പഠനങ്ങളും വളരെ അതിരുകടന്നവയാണ്. നമുക്കറിയാം, അദ്ദേഹം VS അച്യുതാനന്ദനെ കുറിച്ചും വെളിയം ഭാർഗവനെ കുറിച്ചും AK ആന്റണിയെ കുറിച്ചും ഉമ്മൻചാണ്ടിയെ കുറിച്ചും രമേശ് ചെന്നിത്തലയെ കുറിച്ചും ഒക്കെ സമയാസമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായ സരസ്വതി വിലാസം നമ്മൾ കേട്ടുള്ളതാണ്. അദ്ദേഹത്തിനൊക്കെ പറയാൻ ലൈസൻസ് ഉണ്ട് എന്നാണ് പുള്ളി വിചാരിക്കുന്നത്. VM സുധീരനെ കുറിച്ച് പറയാൻ നമുക്കറിയാം. ചില നേതാക്കന്മാരെ പരസ്യമായിട്ട് തോൽപ്പിക്കണം എന്ന് പ്രഖ്യാപിച്ചു, ചിലരെയൊക്കെ ജയിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതൊന്നും അത്ഭുതമില്ല. അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ സമീപകാലത്തായിട്ട് നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെതിരായിട്ട് നടത്തുന്ന പരാമർശം, അതില് സത്യം എത്രയുണ്ട്, നെല്ല് എത്രയുണ്ട്, പതിര് എത്രയുണ്ടെന്നുള്ളത് കയറ്റി കുഴിച്ച് നോക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇത് മുതൽക്ക് അദ്ദേഹത്തെ ഈ ഒരു വശത്തേക്ക് ഭയങ്കരമായിട്ട് ഒറ്റതിരിച്ച് ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ചില മാധ്യമ സ്ഥാപനങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവരുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ഞാനിപ്പോ ഈ മാധ്യമങ്ങളുടെ പേര് പറയുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് ആലോചിച്ചാൽ മനസ്സിലാവും. വെള്ളാപ്പള്ളി നടേശൻ കേരള സംസ്ഥാനം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വർഗീയവാദിയാണ്, ജാതിവാദിയാണ്, വൃത്തികെട്ടവനാണ്, വഷളനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. അപ്പോൾ എന്താണ് ഇദ്ദേഹം നേരത്തെ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞത്, എന്താണ് ചെന്നിത്തലയെ കുറിച്ച് പറഞ്ഞത്, എന്താണ് സുകുമാരനാരെ കുറിച്ച് പറഞ്ഞത്, എന്താണ് സുധീരനെ കുറിച്ച് പറഞ്ഞത്, സുകുമാർ അഴീക്കോടിനെ കുറിച്ച് പറഞ്ഞത് എന്ന് നമുക്കറിയാം. അദ്ദേഹം ഓരോരുത്തരെ കുറിച്ച് ഓരോ സമയത്ത് അദ്ദേഹത്തിന് തോന്നുന്ന രീതിയിൽ സരസ്വതി വിലാസം അനുസരിച്ച് പറയുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തെ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു മനുഷ്യ സമുദായത്തിന് യോജിക്കാത്ത ആളാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കാനുള്ള ശ്രമം നമ്മൾ കണ്ടില്ല എന്ന് വിചാരിക്കും. പിന്നെ ഈ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ മാധ്യമ സ്ഥാപനം നമ്മുടെ മാധ്യമ രംഗത്തെ തന്നെ ഇത്രയും എന്താണ് അവഹേളനത്തിന് പാത്രീഭൂതമാക്കിയ വേറെ ഏതെങ്കിലും ടെലിവിഷൻ ചാനൽ നിങ്ങളുടെ അറിവിലുണ്ടോ? എന്റെ അറിവിലില്ല. മലയാളത്തിൽ എത്രയോ മാധ്യമ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇല്ലേ? ദീപിക മുതൽക്കുള്ള അച്ചടി പത്രങ്ങളുണ്ട്. ദീപികയുണ്ട്, മനോരമയുണ്ട്, മാതൃഭൂമിയുണ്ട്, കേരള പുതിയുണ്ട്. അങ്ങനെ കാന്തപുരം മുസ്ലിയാരുടെ സിറാജ് പത്രം വരെയുണ്ട്. അല്ലെങ്കിൽ പുതിയതായിട്ട് തുടങ്ങിയ പത്രങ്ങൾ വരെയുണ്ട്. പക്ഷേ അതുപോലെ ടെലിവിഷൻ ചാനലുകൾ ഏഷ്യാനെറ്റ് മുതൽക്ക് ന്യൂസ് 24 ചാനൽ വരെ. പക്ഷെ ഇവരാരും ചെയ്യാത്ത രീതിയിലുള്ള നീചമായ അസമമായ മാധ്യമ പ്രവർത്തനം ഈ കാര്യത്തിൽ മാത്രമല്ല എല്ലാ രംഗത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയാണ്. വർഗീയവാദി എന്നല്ല പറഞ്ഞത്. അതിൽ പല മാധ്യമ പ്രവർത്തകരെ കുറിച്ച് മലയാളത്തിൽ സഭ്യമായ വാക്കുകൾ വെച്ച് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റിയില്ല. വെള്ളാപ്പള്ളി നടേശൻ മാന്യതായതുകൊണ്ടാണ് വർഗീയവാദി എന്ന് പറഞ്ഞത്. അല്ല, മുസ്ലിം നാമധാരിയായ ഒരു റിപ്പോർട്ടറെ കുറിച്ച് തീവ്രവാദി എന്നാണ് പറഞ്ഞത്. എന്തിനാണ് തീവ്രവാദി എന്ന് വിളിച്ചത് ചോദിച്ചപ്പോൾ അത് ഇപ്പോൾ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നാണ്. അപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ തീവ്രവാദി എന്ന് വിളിക്കുന്നതിന്റെ സാമൂഹ്യ പ്രത്യാഘാതം ഉണ്ടല്ലോ. ബാക്കി പണ്ട് അദ്ദേഹം സുധീരനോടോ അച്യുതാനന്ദനോടോ ഒക്കെ ഏറ്റുമുട്ടുമ്പോൾ ഉള്ളതിനേക്കാൾ വലിയ സാമൂഹ്യ പ്രത്യാഘാതം അപ്പുറത്ത് വരുമല്ലോ. അല്ല, ഒരു എത്രയോ മാധ്യമ പ്രവർത്തകർ മുസ്ലിം സമുദായക്കാരായിട്ടുണ്ട്. അവരാരെയും പുള്ളി വർഗീയവാദിയെന്നോ തീവ്രവാദിയെന്നോ വിളിച്ചില്ലല്ലോ. അദ്ദേഹം ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങളും ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഇനി മുസ്ലിമാണ് എന്ന ഒറ്റ കാരണത്താൽ ആ മാധ്യമ പ്രവർത്തകന് വേറെ ഇമ്മ്യൂണിറ്റി ഒന്നും ഇല്ലല്ലോ. ഉണ്ടോ? നിങ്ങളുടെ പത്രത്തിൽ എത്രയോ റിപ്പോർട്ടർമാരുണ്ട്. അവരെ കുറിച്ചൊന്നും അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അവിടെയും ധാരാളം മുസ്ലിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. മനോരമ ചാനലിലും ഉണ്ട്, ഏഷ്യാനെറ്റിലും ഉണ്ട്, എല്ലാ ചാനലിലും ഉണ്ട്. ആരെ കുറിച്ചും പറഞ്ഞില്ലല്ലോ. അതെന്തുകൊണ്ടാണെന്ന് ആലോചിക്കും. അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ ഒരു പുണ്യവാൻ എന്നുള്ള അർത്ഥത്തിലല്ല. അദ്ദേഹത്തിന്റെ നേരെ വിരൽ ചൂടുന്ന പല ആളുകളും അദ്ദേഹത്തെക്കാളും വഷളന്മാരാണ്.